പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കിടെ സിപിഐയുടെ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം നൽകില്ലെന്ന് പിണറായി വിജയൻ രണ്ടാമതും വ്യക്തമാക്കിയതിനു ശേഷമുള്ള സിപിഐയുടെ ആദ്യ സെക്രട്ടേറിയറ്റ് യോഗമാണ്. CPIM ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും മുൻകൈയെടുക്കാത്ത സാഹചര്യത്തിൽ CPI എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യം യോഗത്തിൽ ചർച്ച ചെയ്യും. മുന്നണിയിലെ മറ്റ് കക്ഷികൾ എതിർ നിലപാട് സ്വീകരിക്കുന്നതും LDF യോഗം വിളിക്കാത്തതും CPIയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. TV പ്രസാദ് തുടരുകയാണ് നമുക്കൊപ്പം. പ്രസാദ്, ഇപ്പോൾ പരസ്യമായി തന്നെ പിണറായി വിജയനും ബിനോയ് വിശ്വവും കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. അത്തരത്തിലൊരു കീഴ്വഴക്കമില്ല. അപ്പോൾ ഉപനേതാവ് പദവിക്ക് വേണ്ടി നിങ്ങൾ തിളപ്പിച്ച വെള്ളം അങ്ങ് വാങ്ങിവെച്ചേക്കെ എന്നുള്ളൊരു ധ്വനി തന്നെയാണ് പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ 2 തവണയും ആവർത്തിച്ചത്. അപ്പോൾ ഈ കീഴ്വഴക്കങ്ങളൊക്കെ മാറണം, അതിനേക്കാൾ വലുതാണ് LDF, അതിനേക്കാൾ വലുതാണ് രാഷ്ട്രീയം, ഈ ഒരു മുന്നണിയുടെ തുടർച്ച എന്നൊക്കെ ബിനോയ് വിശ്വം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവസാന മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം കുറച്ച് മയപ്പെട്ടതായും നമുക്ക് തോന്നി. ഒപ്പം RJD അടക്കമുള്ള മറ്റ് കക്ഷികളും CPIക്കെതിരെ രംഗത്ത് വരുന്നതും കണ്ടു. അപ്പോൾ ഇനിയും ഈ ഉപനേതാവ് പദവിക്കുള്ള ശ്രമങ്ങൾ CPI തുടരാൻ സാധ്യതയുണ്ടോ? അവർക്ക് ഇനിയും പ്രതീക്ഷ ബാക്കിയുണ്ടോ? പ്രസാദ്, ശ്രുതി, ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം പ്രതിപക്ഷ ഉപനേതാവ് പദവി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പദവിയൊന്നുമല്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ CPIയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ആ CPIയുടെ ഒരു നിലപാടുണ്ടായിരുന്നു. കാരണം ഇലക്ഷൻ നയിച്ചത് പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ്. കനത്ത പരാജയമുണ്ടായി. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വരരുത് എന്ന മറ്റൊരു പാർട്ടിയുടെ അഭിപ്രായമാണ് CPI പറയുന്നത്. CPI അത് ശക്തമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും കേൾക്കാതെ CPIMന്റെ നിലപാടുമായി മുന്നോട്ട് പോയി പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. അപ്പോൾ എല്ലാ കാലവും ഇടതുമുന്നണിയിലെ എല്ലാ കാര്യവും തീരുമാനിച്ചു പോകുന്നത് CPIM ആണ്. CPIMന്റേത് വലിയേട്ടൻ മനോഭാവമാണ് എന്ന് CPI പലപ്പോഴായി പരസ്യമായും രഹസ്യമായുമെല്ലാം സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വാചകവുമാണ്. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഈ കനത്ത പരാജയമുണ്ടായ സാഹചര്യം വരുന്നതും ഇതിൽ CPI ഒന്ന് പിടിമുറുക്കാൻ തീരുമാനിക്കുന്നതും. അങ്ങനെയാണ് ഉപനേതാവ് പദവി തങ്ങൾക്ക് വേണം എന്ന ആവശ്യം പരസ്യമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉന്നയിച്ചു തുടങ്ങുന്നത്. അത് ദേശീയ സെക്രട്ടറി D രാജയും ആവർത്തിച്ചതോടുകൂടി CPIക്ക് ഈ നിലപാടിൽ നിന്ന് ഇനി പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന സാഹചര്യത്തിലേക്ക് വിഷയങ്ങൾ എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ CPIMനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട കാര്യം CPIMന്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ്. ചെറുപ്പക്കാരെ പോലെ അങ്ങനെ ഓടി നടന്ന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ബാലഗോപാലിനെ പോലെയുള്ള ഒരു ഉപനേതാവിനെ CPIMന് ആവശ്യമാണ്. പക്ഷേ ഈ പ്രശ്നം കടുത്ത ഭിന്നതയിലേക്ക് നീങ്ങി എന്നുള്ളതാണ്. CPIM ഒരു കാരണവശാലും ഉപനേതാവ് പദവി വിട്ടുകൊടുക്കില്ല. അതോടുകൂടി നിയമസഭയിൽ വെവ്വേറെ കാര്യങ്ങൾ പോകുന്ന നിലയിലേക്ക് ഇടതുമുന്നണിയിലെ കാര്യങ്ങൾ വന്നു. LDF യോഗം വിളിച്ചു ചേർക്കാൻ പറ്റുന്നില്ല. കൂട്ടായ ഒരു തീരുമാനം പോലും എടുക്കാൻ പറ്റുന്നില്ല. UDF സർക്കാരിനെതിരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായപ്പോഴും ഒറ്റക്കെട്ടായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു വലിയ സാഹചര്യമാണ്, ഗുരുതര സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. ഈ ഒരു ഘട്ടത്തിലാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. ഇനി എന്ത് നിലപാടെടുക്കും എന്ന കാര്യം ഇന്നത്തെ യോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് അറിയുന്നത്. ഷിഹാസ്, ശ്രുതി.